ഗൈസ്, അപ്പം നമുക്ക് 1 വീക്ക് അബുദാബിയിൽ എന്തൊക്കെ കഴിച്ചതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഗീ റൈസും ചിക്കൻ കറി ബീഫും കഴിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ചിക്കൻ കറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊക്കെ കേരള ഫുഡും അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്തി അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ട്രൈ ചെയ്ത അവിടുത്തെ ഷവർമ്മയായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഷവർമാസ് അവിടുത്തെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷവർമ്മ എന്തായാലും അവിടുത്തെ അടിപൊളി ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഒരു ദിവസം കബാബ് കഴിക്കാനിറങ്ങി. കബാബ് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഭയങ്കരമായിട്ട് മീറ്റിൻ്റെ ഒരു ചുവ ഉണ്ടായിരുന്നു, ബീഫും മട്ടനും. അതുകൊണ്ട് അത് വല്ലാണ്ട് ഇഷ്ടമാകാത്തതുകൊണ്ട് അതിനെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നമ്മളൊരു ഷവായാണ് അത് കഴിഞ്ഞപ്പോൾ വാങ്ങിയത്. ഷവായ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഓരോ ഫുഡ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കൊണ്ടുവരുന്ന ഓരോ ഫുഡ് വാങ്ങി. പിന്നെ കൂടുതൽ കേരള സ്റ്റൈൽ ഫുഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നമ്മളവിടുന്ന് മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിച്ച് മടുത്തപ്പോൾ കുറച്ചൊക്കെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ഓരോന്നിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ചേച്ചിക്ക് അത്യാവശ്യം കുക്ക് ചെയ്യുന്നതുകൊണ്ട് ചേച്ചി ഫുഡ് ഉണ്ടാക്കി തരുമല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ ഫേവറേറ്റ് ബണ്ണാണ് ഇത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ബണ്ണായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കുറച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ബബിൾ ടീ അത് മസ്റ്റാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ടീ ടൈം അതെന്തായാലും നിർബന്ധമാണ്. അത് ആ ടൈമായ നമ്മൾ അപ്പോൾ പുറത്ത് പോയി ടീ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് വരും, എന്തെങ്കിലുമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഒരു വേഫിൾസ് കഴിച്ച് എൻഡ് ചെയ്തു 1 വീക്ക്.